ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. ആരോഗ്യവാണിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എല്ലാ വർഷവും സെപ്റ്റംബർ മാസം ദേശീയ പോഷണ മാസമായി ആചരിക്കുന്നു. നമ്മുടെ രാജ്യം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് പോഷകാഹാരക്കുറവ്. പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി വളർത്തിയെടുക്കാനും ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ മാസാചരണത്തിന്റെ കൂടുതൽ ലക്ഷ്യങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും വിവിധ പോഷകാഹാര ക്രമത്തെക്കുറിച്ചുമൊക്കെ കൂടുതലായി ചോദിച്ചു മനസ്സിലാക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ഇഖ്ര ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ ഫിദ ജാബിർ എൻ. സെപ്റ്റംബർ മാസം ദേശീയ പോഷണ മാസമായി ആചരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? സെപ്റ്റംബർ 1 മുതൽ 30 വരെയാണ് ദേശീയ പോഷണ മാസം അഥവാ രാഷ്ട്രീയ പോഷൺ മാ ആചരിക്കുന്നത്. താഴേക്കിടയിലുള്ള ജനങ്ങളുടെ പോഷകവും സ്വഭാവ മാറ്റങ്ങളും മുൻനിർത്തി ഭാരത സർക്കാർ തുടങ്ങിയ ഈ പദ്ധതി ആദ്യം വാരാചരണമായിരുന്നു. പിന്നെ 2018 മുതലാണ് ദേശീയ പോഷക മാസമായി ആചരിക്കാൻ തുടങ്ങിയത്. അത് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ബോധവൽക്കരണം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വാരം എന്നുള്ളത് മാസമാവാൻ തന്നെ കാരണം. സുസ്ഥിരമായ ആരോഗ്യത്തിന് പോഷകാഹാരത്തിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭാരത സർക്കാരിൻ്റെ ഈ ഒരു ആചരണത്തിൻ്റെ മുഖ്യമായ ആശയം. 2018 മുതലാണല്ലോ പോഷക മാസമായി ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഓരോരോ വർഷവും പല ആശയങ്ങളായിരിക്കാം. ഈ 2024 ആശയത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഓരോ വർഷവും പുതിയ പുതിയ ആശയങ്ങളാണ് ഭാരത സർക്കാർ ഇതിനായി മാറ്റിവെക്കുന്നത്. ഈ തവണ 2024 വിളർച്ച അഥവാ അനീമിയ തടയുക, കുട്ടികളുടെ വളർച്ച നമ്മൾ നിരീക്ഷിക്കുക, ജനിച്ച് 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള മുലപ്പാലിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കേണ്ട പോഷകാഹാരം എന്തെന്ന് വ്യക്തമാക്കുക, അതേപോലെ ഭക്ഷണവും പഠനവും മെച്ചപ്പെടുത്തുക, സാങ്കേതിക വിദ്യയിലൂടെ മികച്ച ഭരണം കാഴ്ചവെക്കുക, സുസ്ഥിരമായ പ്രകൃതി സംരക്ഷണം എന്നിവയാണ് ഈ വർഷത്തെ ദേശീയ പോഷക മാസത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഊന്നൽ നൽകുന്നത്. കുട്ടികളിലും സ്ത്രീകളിലുമൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന അവസ്ഥയാണ് വിളർച്ച. അപ്പോൾ ഒരു നല്ല പോഷകാഹാര രീതിയിലൂടെ നമുക്ക് വിളർച്ചയെ എങ്ങനെയൊക്കെ തടയാം? ചുവന്ന രക്താണുക്കൾ അഥവാ ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ശരീരത്തിലുടനീളം ഓക്സിജൻ വഹിക്കാൻ ഹീമോഗ്ലോബിൻ ആവശ്യമാണ്. ഇതിൽ കുറവ് വരുന്നത് കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയ്ക്കുന്നു. ഇതാണ് ക്ഷീണം, വിളർച്ച, തലകറക്കം, ശ്വസിക്കാനുള്ള പ്രയാസം എന്നിവയ്ക്ക് കാരണമാകുന്നത്. കൂടുതലായിട്ടും പറഞ്ഞ പോലെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ എന്നിവരിലാണ് അനീമിയ അഥവാ വിളർച്ച കൂടുതലായി കണ്ടുവരുന്നത്. ഇതിനോടൊപ്പം തന്നെ പോഷകാഹാരക്കുറവ്, അണുബാധ, കാലങ്ങളായുള്ള രോഗങ്ങൾ ഇതെല്ലാം വിളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു ആഹാര രീതി വിളർച്ചയെ നമുക്ക് തടയാൻ സഹായിക്കുന്നു. പല വർഷങ്ങളിലായി ലോക ആരോഗ്യ സംഘടനയും ഭാരത സർക്കാരും പല പദ്ധതികളും അനീമിയ അഥവാ വിളർച്ച തടയാൻ വേണ്ടി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മളുടെ സാധാരണഗതിയിലുള്ള ആളുകളിൽ വിളർച്ച ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരവസ്ഥയായി നിലനിൽക്കുന്നുണ്ട്. ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ, മാംസ്യം, വിറ്റമിൻ സി അഥവാ അതുപോലെ തന്നെ B12 എന്നിവ ഉൾപ്പെടുന്ന ഒരു സമീകൃത ആഹാരമാണ് വിളർച്ച തടയാൻ നല്ലത്. വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ഇരുമ്പിൻ്റെ ശരിയായ ആഗിരണത്തിന് സഹായിക്കുന്നു. അമിതമായി ചായ, കാപ്പി ഉപയോഗം ഒഴിവാക്കുന്നതും ഇരുമ്പിൻ്റെ ആഗിരണം ശരിയാം വിധം നടക്കാൻ നല്ലതാണ്. ഗർഭാവസ്ഥയിൽ ഇരുമ്പ് അഥവാ അയൺ, ഫോളിക് ആസിഡ് ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉൾപ്പെടുത്തുന്നതും വിളർച്ച തടയാൻ അത്യാവശ്യമാണ്. കുട്ടികളിൽ അണുബാധ മൂലമുള്ള വിളർച്ച തടയാൻ വ്യക്തി ശുചിത്വവും ശീലമാക്കണം. കുട്ടികളിൽ സാധാരണ ഇപ്പം എല്ലാവരും ജങ്ക് ഫുഡ്സിൻ്റെ ആശ്രയിക്കുന്നവരായിരിക്കും അധികവും. ഒരു പോഷകാഹാരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഇവരെങ്ങനെ ബോധവൽക്കരിക്കാം? അതെ, നമ്മുടെ ഈ ഒരു മാസാചരണത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യം ബോധവൽക്കരണമാണ്. അപ്പോൾ നമ്മുടെ ഭാരത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോഷൻ ബി, പഠായ് ബി എന്നുള്ള ഒരു പദ്ധതി അതിലുണ്ട്. അതിൽ കൂടുതലായും പഠനത്തോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്നുണ്ട്. അതിൽ ബോധവൽക്കരണം, കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കാൻ ക്വിസ് മത്സരങ്ങൾ, അത്തരം പഠന ഉപാധികൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആർത്തവം നമുക്ക് വിളർച്ച കൂടുതലായി കൗമാരക്കാരിൽ കാണപ്പെടാനുള്ള ഒരു കാരണമാണ്. കൂടുതലായും നമുക്ക് ഭക്ഷണ രീതിയിൽ ഒരു സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തുന്ന പച്ചക്കറികൾ, നട്ട്സുകൾ, അതേപോലെ തന്നെ മറ്റ് മാംസ്യാഹാരങ്ങളായ മത്സ്യമാംസങ്ങളെല്ലാം അയൺ ഒരുവിധം നമ്മുടെ ശരീരത്തിലെത്താൻ സഹായിക്കും.
പിന്നെ വെജിറ്റേറിയൻ സ്രോതസ്സുകളിൽ നിന്നും നമുക്കുണ്ടാവുന്ന ഈ ഇലക്കറികൾ, ഇത്തരം ഭക്ഷണങ്ങളുടെ ശരിയായ ആഗിരണത്തിനാണ് നമ്മൾക്ക് വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യം. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിറ്റാമിൻ സി വരുന്ന പഴങ്ങളായ ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക പോലുള്ള പഴങ്ങൾ നമ്മൾക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ ട്യൂഷന് പോകുന്ന മക്കളൊക്കെ ആണെങ്കിലും സ്കൂൾ കഴിഞ്ഞ് ബേക്കറി കഴിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിന് പോകുന്നത്. പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഈ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കാം? നമ്മളുടെ ആഹാര രീതിയിൽ ഗണ്യമായ ഒരു വ്യത്യാസം ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കൂടുതലും നമ്മൾ പ്രോസസ്സ് ചെയ്ത സംസ്കരിച്ച ഭക്ഷണങ്ങളിലേക്ക് പോവുകയും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൂടുതലും മുതിർന്നവർ നമ്മൾ ആ വഴി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കുട്ടികൾ ട്യൂഷന് പോകുന്ന അവസരത്തിൽ അത്തരം കൂടുതലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന പഠന സമയങ്ങൾക്ക് നമുക്ക് ഇടനേരങ്ങളിൽ കഴിക്കാൻ അവർക്ക് നട്ട്സുകളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പഴങ്ങളൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. ആ സമയങ്ങളിൽ അത് കഴിച്ച് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം ഒരു നല്ല ആഹാരം കഴിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നല്ലതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് പണിയാണെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മളുടെ ഈ പാക്ഡ് ഭക്ഷണങ്ങളിലുള്ള ന്യൂട്രീഷൻ ഇൻഫോർമേഷൻ കുട്ടികളിലേക്ക് നല്ല നമ്മുടെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നുള്ള മുഖ്യമായ പദ്ധതി അവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആരോഗ്യമുള്ള പോഷകങ്ങളും അനാരോഗ്യകരമായിട്ടുള്ള വസ്തുക്കളും പാക്ഡ് ഭക്ഷണങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഉപ്പിൻ്റെ അളവ്, അതേപോലെ കൊഴുപ്പിൻ്റെ അളവ്, അമിതമായ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാക്ഡ് ഭക്ഷണങ്ങൾ. അപ്പോൾ ന്യൂട്രീഷൻ ഇൻഫോർമേഷൻ എന്താണ് എന്നും അത് എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാമെന്നും കുട്ടികളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് അത്തരം ഭക്ഷണങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഒരു പക്ഷേ അവരെ സഹായിച്ചേക്കാം. അപ്പോൾ ഇത് പക്ഷേ ഇപ്പോൾ കഴിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കില്ല ശരീരത്തെ ബാധിക്കുക അല്ലെ, പിൽക്കാലത്തായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡ്രോബാക്ക് വരാം. ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളും മധുരമൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അല്ലേ. ജീവിതശൈലി രോഗങ്ങളാണ് ഇതിൻ്റെയൊക്കെ നമുക്കൊരു അവസാനം നമുക്ക് സംഭവിച്ച് നമ്മൾ എത്തി നിൽക്കുക ജീവിതശൈലി രോഗങ്ങളിലാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് കാലത്തെ നമ്മളുടെ ഒരു ജീവിതശൈലിയാണ് ആ രോഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു പെട്ടെന്ന് നമുക്ക് സാധാരണ ഒരു പനി വരുന്ന പോലെയല്ല ഒരു പ്രമേഹം അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഒരുപാട് കാലത്തെ നമ്മളുടെ ആഹാര രീതിയും ജീവിതശൈലി തന്നെയും, നമ്മളുടെ വ്യായാമം, നമ്മുടെ ഉറക്കിൻ്റെ ഒരു രീതി, നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ, ഇതെല്ലാം കൂടുന്നതാണ് നമ്മളുടെ ഒരു ജീവിതശൈലി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ മുന്നേ പാരൻസാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇപ്പം എക്സാമിന് ജയിച്ചാൽ ആദ്യം പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്നുള്ളൊരു നിബന്ധനയാണ് പലരും വെക്കാറ്. അതെ, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആദ്യം പാരൻസ് ആണ് ബോധവാന്മാരാവേണ്ടത് അല്ലേ? അതെ. നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ എത്രത്തോളം ആ ഒരു പ്ലേറ്റ് നമ്മൾക്ക് എത്രത്തോളം ആരോഗ്യകരമാക്കാം എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പ്ലേറ്റിനെ നമ്മൾ 4 വിഭാഗിച്ചാൽ ഒരു 1/4 ഭാഗം നമുക്ക് ധാന്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. 1/2 ഭാഗം വരെ നമ്മൾ പച്ചക്കറികളും പഴങ്ങളുമാണ് ഉൾപ്പെടുത്തേണ്ടത്. മിച്ചം വരുന്ന 1/4 ഭാഗം നമ്മൾ മാംസ്യം അടങ്ങിയ അഥവാ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഓരോ നേരവും വരുന്ന പ്ലേറ്റ് വീട്ടിൽ കഴിക്കുമ്പോഴും നമ്മൾ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം. സാധാരണഗതിയിൽ ശരാശരി ഒരു ഭാരതീയൻ ഏകദേശം ഒരു 400 ഗ്രാം വരെ പച്ചക്കറികൾ, അതായത് 2 കപ്പോളം പച്ചക്കറികൾ ഒരു ദിവസം കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് അഥവാ 100 ഗ്രാം വരുന്ന രീതിയിൽ പഴങ്ങളും. അമിതമായി പഴങ്ങൾ കഴിക്കുന്നതും ശരീരത്തിന് ദോഷം ചെയ്യും. പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ ആരോഗ്യപ്രദമാവാനും ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ ജനിച്ചൊരു 6 മാസം കഴിയുമ്പോഴാണല്ലോ ഖര ആഹാരങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഗർഭാവസ്ഥ മുതൽ 2 വയസ്സ് വരെ ആദ്യത്തെ 1000 ദിവസം പോഷക സമൃദ്ധമാവുക എന്നുള്ളത് തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ ഏറെ സഹായിക്കും. നമ്മൾ ആദ്യത്തെ 6 മാസം വരെ ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മുലപ്പാൽ തന്നെ മതി. 6 മാസം കഴിഞ്ഞാൽ ഖര ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ധാന്യങ്ങൾ വരുന്ന രീതിയിൽ
ചെറിയ അളവിൽ തുടങ്ങി പിന്നെ അളവും തവണകളും പരുവവും വ്യത്യാസപ്പെടുത്തിയിട്ട് വേണം കൊടുക്കാൻ. 8 മാസമാകുമ്പോഴേക്കും കുട്ടികൾക്ക് കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ പാകത്തിലുള്ള വേവിച്ച ക്യാരറ്റൊക്കെ പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. 1 വയസ്സാകുമ്പോഴേക്കും നമ്മൾ സാധാരണ സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ആ ഒരു കുഞ്ഞിൻ്റെ അളവിന് നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് പൊതുവെ നമ്മൾ ഫോർമുല ഫീഡിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് അമ്മയുടെ മുലപ്പാൽ തികയാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ വിദഗ്ധ ഉപദേശത്തോടു കൂടിയിട്ടാണ്. അതല്ലാതെ 6 മാസം കഴിഞ്ഞ് നമുക്ക് ഉൾപ്പെടുത്താവുന്നത് സാധാരണ നാം കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒരു കുറുക്ക് രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ വെച്ചാണ് തുടങ്ങേണ്ടത്. അല്ലാതെ നമ്മൾ കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള പൊടികളോ അല്ലെങ്കിൽ അത്തരം കലക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങളോ കുഞ്ഞിന് ആവശ്യമില്ല. സാധാരണഗതിയിൽ നമ്മൾ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ ഭക്ഷണങ്ങളും മാറി മാറി ഉൾപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു രീതി മാറ്റുകയാണ് നമ്മൾ വേണ്ടത്. കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ചക്കുറവ് നമുക്കെങ്ങനെ കണ്ടുപിടിക്കാം, അതെങ്ങനെ തടയാം? നമ്മളുടെ ഈ പോഷക മാസ ആചരണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ വളർച്ച നിരീക്ഷിക്കലും ഒരു ആശയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതിന് കൃത്യമായി നമ്മൾ നമ്മുടെ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും അംഗൻവാടികളിലൂടെയും കുട്ടികളുടെ വളർച്ചയും അതേപോലെ തന്നെ തൂക്കവും കൃത്യമായി നിരീക്ഷിക്കണം എന്ന് ഭാരത സർക്കാർ പറയുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും അവരുടെ വയസ്സിന് ഉതകുന്ന രീതിയിലുള്ള ശരീരഭാരവും അതേപോലെ തന്നെ ഹൈറ്റും ആവശ്യമാണ്. ഇതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് കൃത്യമായ പരിചരണവും ചികിത്സയും ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം പോഷകാഹാരവും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു മാസാചരണത്തിൻ്റെ മറ്റൊരു ആശയം. പിന്നെ നമ്മളിപ്പം ചെറിയ കുട്ടികളെക്കുറിച്ചും കൗമാരക്കാരെക്കുറിച്ചൊക്കെ പറഞ്ഞു. വയോജനങ്ങളിലേക്ക് വരുമ്പം അവരുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയൊക്കെ നമുക്ക് ക്രമീകരിക്കാം? വയോജനങ്ങളിലുള്ള ആരോഗ്യം പോഷകാഹാരം പറയുന്നതോടൊപ്പം അവരിലെ പോഷകാഹാരം കുറയുന്നതിനുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്ന് അവരുടെ ശാരീരികമായ വ്യത്യാസങ്ങൾ, അവരുടെ മാനസികമായ വ്യത്യാസങ്ങൾ. പലപ്പോഴും നല്ല ഒരു ചവച്ച് കഴിക്കാൻ പാകത്തിനുള്ള പല്ലോ അത്തരമുള്ള ആരോഗ്യമോ അവർക്ക് കുറയും. പൊതുവെ നാഡീഞരമ്പുകളുടെ പ്രവർത്തനം ക്ഷയിച്ചു തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് അതേപോലെ തന്നെ അതിൻ്റെ രുചി അറിയാനുള്ള ഒരു കഴിവ് അവർക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ആവശ്യത്തിനുള്ള ദഹനശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഒരു മാനസിക വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൂടപ്പിറപ്പ് പലപ്പോഴും നഷ്ടപ്പെട്ട അവസ്ഥയാണ് വാർദ്ധക്യത്തിൽ നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ അവർക്കുണ്ടാവും. ഇതെല്ലാം ഒരു ശരിയായ പോഷക രീതിയെ അല്ലെങ്കിൽ ആഹാരത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായും സോഫ്റ്റ് ആയിട്ടുള്ള എളുപ്പം ദഹിക്കാൻ പാകത്തിനുള്ള ഭക്ഷണങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ തവണകൾ കൂട്ടി അളവ് ഏറ്റവും ചുരുക്കിയിട്ടുള്ള ആഹാര രീതിയാണ് അവർക്ക് നല്ലത്. അതിൽ നമ്മുടെ സമീകൃത ആഹാരത്തിൽ വരുന്ന എല്ലാ ഭക്ഷണങ്ങളും അവർക്ക് ഉൾപ്പെടുത്താം. സമയത്തിന് കഴിക്കുക എന്നത് അവർക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. 4 മണിക്കൂറിൽ കൂടുതലൊന്നും 2 സമയത്തെ ഭക്ഷണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വരാൻ പാടില്ല. കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആ സമയത്ത് അളവ് കൂടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അമിതമായി കൊഴുപ്പ് അല്ലെങ്കിൽ എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും അതിനനുസരിച്ച് അവർക്ക് വയറിന് അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. യുവജനങ്ങളിലേക്ക് വരുമ്പോൾ പലരും ഓവർ വെയ്റ്റ് ആയിട്ട് ജോലി സംബന്ധമായിട്ടാണെങ്കിലും പലരുടെ ജോലിയുടെ സ്വഭാവം കൊണ്ടൊക്കെ എക്സസൈസ് കുറവായിരിക്കാം പലർക്കും. അപ്പോൾ അമിതവണ്ണം പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഭക്ഷണം ഒഴിവാക്കി പലരും പല പൗഡേഴ്സും ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കാരണം അവർക്ക് പോഷകാഹാര കുറവ് വരാൻ സാധ്യതയല്ലേ? അതെ, കാണുമ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിലും നമുക്ക് പോഷകങ്ങൾ വരുമ്പോൾ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരു ആഹാര രീതി കൊണ്ടുപോവുകയാണെങ്കിൽ പലപ്പോഴും വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും അഭാവം നമ്മൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മളൊരു ഭക്ഷണം ഒഴിവാക്കുക അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കുകയല്ല വേണ്ടത്, സമീകൃതമായി അതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്ലേറ്റിൽ പറയുമ്പോൾ 1/4 ഭാഗം ധാന്യങ്ങളും പച്ചക്കറികൾ ഒരു അരഭാഗത്തിൽ കൂടുതൽ പച്ചക്കറികളും പ്രോട്ടീനും ആവശ്യത്തിന് ഉൾപ്പെടുന്ന ആഹാര രീതിയാണ് വേണ്ടത്. ഇനി നമ്മൾ അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളതിന് ഭക്ഷണ ക്രമീകരണത്തിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ളൊരു വ്യായാമം നിലനിർത്തൽ അത്യാവശ്യമാണ്. വ്യായാമം നിലനിർത്തുമ്പോൾ മാത്രമാണ് നമ്മളുടെ ശരീരത്തിലെ ഘടന കൃത്യമായി മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾക്ക് മസിലിൻ്റെ ഒരു
അളവ് കൂടുകയും ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതിന് ഭക്ഷണ ക്രമീകരണത്തിനോടൊപ്പം തന്നെ ചിട്ടയായ ഒരു വ്യായാമം നിർബന്ധമാണ്. ഇതെല്ലാം ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് അവരുടെ ശരിയായ ഉപദേശപ്രകാരം മാത്രമേ നമ്മൾ ഭക്ഷണം എന്തൊക്കെ കുറയ്ക്കാവുള്ളൂ, എന്തൊക്കെ കൂടുതലായിട്ട് കഴിക്കാം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാൻ പാടുള്ളൂ. തീർച്ചയായും നമ്മൾ ന്യൂട്രീഷനിസ്റ്റിനെ കാണുക എന്നതോടൊപ്പം തന്നെ ഒരു കൃത്യമായ ഒരു ഫിസിഷ്യൻ്റെ കൺസൾട്ടേഷനോട് കൂടി അവരുടെ വിദഗ്ധ അഭിപ്രായം തേടി നമ്മളുടെ ബ്ലഡിലുള്ള വേരിയേഷൻസ് എന്തൊക്കെയാണോ അത് മനസ്സിലാക്കി തുടർന്ന് നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ ഉപദേശവും കൂടെ തേടുകയാണെങ്കിൽ കൃത്യമായി ഒരു ടൈലേർഡ് നമ്മൾ ഒരു എങ്ങനെയാണോ ഓരോ ആളുകൾക്കും അവരുടെ ശരീരഘടന അനുസരിച്ച് പോഷകങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത്രയും ഒരു ഫോളോ അപ്പിലൂടെ കൃത്യമായ ഒരു പോഷകാഹാര രീതി നമുക്ക് അവലംബിക്കാൻ പറ്റും. യുവാക്കൾ മസിൽ ബിൽഡപ്പിന് വേണ്ടി പ്രോട്ടീൻ പൗഡറുകളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു വിദഗ്ധ ഉപദേശമില്ലാതെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് പിൽക്കാലത്ത് ദോഷം ചെയ്യില്ലേ? അതെ, തീർച്ചയായും. കാരണം നമ്മൾക്ക് പോഷകങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ അന്നജമുണ്ട്, മാംസ്യമുണ്ട്, കൊഴുപ്പുണ്ട്. കൂടുതലും കാലറി വരുന്നത് അല്ലെങ്കിൽ ഊർജ്ജം വരുന്നത് ഈ ഒരു പോഷകങ്ങളിൽ നിന്നാണ്. നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു 50-55% കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജത്തിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം വരുന്നത്. പ്രത്യേകമായ രീതിയിലൂടെ നമ്മൾ ശരീരഭാരം കൂട്ടുകയോ അല്ലെങ്കിൽ മസിലുകൾ ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുന്ന രീതിയിൽ ഈ വേ പ്രോട്ടീൻ പോലുള്ള പൗഡേഴ്സ് അമിതമായി എടുക്കുമ്പോൾ അല്ലെങ്കിൽ വിദഗ്ധ ഉപദേശം കൂടാതെ എടുക്കുമ്പോൾ ഈ പറയുന്ന അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നുള്ള ഒരു പ്രപ്പോർഷൻ വ്യത്യാസം വരും. അത് ദീർഘകാലത്തിൽ നമുക്ക് കിഡ്നി, ലിവർ പോലുള്ള അവയവങ്ങൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ ഒരിക്കലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് വല്ലാതെ കുറയുന്ന രീതിയിൽ, അന്നജം വല്ലാതെ കുറയുന്ന രീതിയിൽ, പ്രോട്ടീൻ വല്ലാതെ, കൊഴുപ്പും വല്ലാതെ കൂടുന്ന രീതിയിലുള്ള സയൻറ്റിഫിക് അല്ലാത്ത ഒരു ആഹാര രീതി നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരോ പ്രായക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്നൊന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. കുട്ടികളിൽ വരുമ്പോൾ 6 മാസം മുതലാണ് നമ്മൾ ഭക്ഷണമായി കൊടുത്തു തുടങ്ങുന്നത്. അത് നമ്മൾ കുറുക്ക് രൂപത്തിൽ തുടങ്ങി 1 വയസ്സാകുമ്പോഴേക്കും നമ്മൾ സമീകൃത ആഹാരത്തിൻ്റെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമുക്ക് ഉൾപ്പെടുത്താം. അമിതമായി ഉപ്പ്, കൊഴുപ്പ്, പഞ്ചസാര വരുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ എല്ലാ പ്രായത്തിലും വർജിക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു ശരാശരി ഒരു മനുഷ്യന് 5 ഗ്രാമിൽ താഴെ അഥവാ 1 ടീസ്പൂണിൽ താഴെ മാത്രമാണ് ഉപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ നമ്മുടെയൊക്കെ ആവറേജ് ശരാശരി ഒരു ഭാരതീയൻ്റെ ഒരു ഉപ്പുപയോഗം എന്ന് പറയുന്നത് 12 മുതൽ 13 ഗ്രാം വരെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് പഞ്ചസാരയുടെ അളവ് ഒരു ദിവസം 5 ടീസ്പൂണോ അതിൽ കുറവോ മാത്രമായിരിക്കണം. ഓയിലാണെങ്കിലും ഉപയോഗിക്കുന്ന എണ്ണകളാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, 5 ടീസ്പൂണോ അതിൽ കുറവോ ആയിട്ട്. ഇനി വളർന്നു വരുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് ഊർജ്ജം കുറച്ച് കൂടുതൽ തന്നെ വേണം. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലും എനർജി ഡെൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കുക എന്നുള്ളതാണ് വളർന്നു വരുന്ന കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഈ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനായിട്ടാണ് പറയുക. അത്തരം കുട്ടികളിൽ നമ്മൾ കൂടുതൽ ഊർജ്ജം വരുന്ന രീതിയിൽ അന്നജവും അതേപോലെ തന്നെ നമ്മൾ മാംസ്യവും നന്നായി വരുന്ന ഒരു ആഹാര രീതിയാണ് കുട്ടികൾക്ക് എപ്പോഴും ആവശ്യം. പിന്നെ വരുന്നത് കൗമാരക്കാരിലാണ്. കൗമാരക്കാരെ പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ കാണുന്നത് വിളർച്ച തന്നെയാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കൂടുതലും സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതേപോലെ തന്നെ മത്സ്യമാംസങ്ങളും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. കൗമാരക്കാരിൽ പൊതുവേ കണ്ടുവരുന്ന ശീലം പുറത്തു നിന്നുമുള്ള സ്നാക്കിംഗ് കൂടുതൽ വരികയും അതേപോലെ തന്നെ കഴിക്കുന്ന നേരങ്ങളിലെ ഭക്ഷണങ്ങൾ അവർ സ്കിപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ശീലം വർജിച്ച് കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വരുന്നത് നമ്മൾ അഡൽട്ട് അഥവാ നമ്മൾ യുവാക്കളിൽ കാണുന്ന ഒരു ആഹാര രീതിയാണ്. അത് സമീകൃത ആഹാരം തന്നെയാണ് അവരും അവലംബിക്കേണ്ടത്. കഴിക്കുന്ന രീതിയിൽ ആവശ്യത്തിന് നാരടങ്ങിയ വൈറ്റമിൻസും മിനറൽസും അടങ്ങുന്ന രീതിയിൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ ആവശ്യത്തിന് വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ധാന്യങ്ങൾ ഒരുപാട് അളവ് കൂടാത്ത രീതിയിൽ ഉൾപ്പെടുത്തുക. കൂടുതലും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിലേക്ക് പോവാതിരിക്കുക. ഉറക്കം മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതും കഴിയുന്നതും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കാൻ ശീലമാക്കുക. കൃത്യമായ ഒരു വ്യായാമവും അവലംബിക്കുക എന്നുള്ളതാണ് യുവാക്കളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത്. വാർദ്ധക്യത്തിൽ വരുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ പരുവം കൂടി, കുട്ടികളിൽ നമ്മൾ എങ്ങനെ ഭക്ഷണത്തിലുള്ള പരുവം ശ്രദ്ധിക്കുന്നോ അതേപോലെ ഭക്ഷണത്തിലുള്ള പരുവം അവരുടെ
ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രം ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അളവും തവണകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 5 നേരം കഴിക്കുന്നത് അല്ലെങ്കിൽ 3 നേരം കഴിക്കുന്നത് 5 മുതൽ 7 നേരം വരെ കഴിക്കുന്ന രീതിയിലേക്ക് തവണകൾ വർദ്ധിപ്പിച്ചാലും വാർദ്ധക്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളുള്ളപ്പോൾ ആ അവസ്ഥയിലും അവരുടെ ഉയരത്തിനും ശരീരഭാരത്തിനും ഉതകുന്ന രീതിയിൽ ഒരു ഡയറ്റീഷ്യൻ്റെ ഉപദേശത്തോടു കൂടി ഭക്ഷണ ക്രമീകരണം നടത്തുന്നതാണ് നല്ലത്. പോഷകാഹാരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, ശരിയായ ഉപഭോക്താക്കളെ അറിയുന്നതിനുള്ള വേരിഫിക്കേഷൻ നടത്തുക, പദ്ധതിയുടെ ഭാഗമായി പൂരണ പോഷകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നതും ഭരണനിർവഹണത്തെ എളുപ്പമാക്കുന്നു. ഈ ഒരു കാര്യവും നമ്മളുടെ ദേശീയ പോഷണ മാസത്തിൻ്റെ ആശയമായി വരുന്നുണ്ട്. ശരിയായ പോഷകത്തോടൊപ്പം മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുക എന്നതും ഈ വർഷത്തെ ദേശീയ പോഷണ മാസം ലക്ഷ്യം വയ്ക്കുന്നു. അതിനായി പഠനത്തോടൊപ്പം പഠനേതര പ്രവൃത്തികൾക്കും പ്രാധാന്യവും അതിനനുസൃതമാകുന്ന പരിശീലനവും നൽകാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കായി ഒരു മരം എന്ന തലക്കെട്ടിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവ പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ പ്രകൃതി സംരക്ഷണവും ഈ വർഷത്തിൽ ലക്ഷ്യം വയ്ക്കുന്നു. വിദ്യാലയങ്ങൾ, അംഗനവാടികൾ എന്നിവയിലൂടെ ബോധവൽക്കരണ ക്ലാസുകളും വിവിധ മത്സര പരിപാടികളും ഇതോടൊപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൂരണ പോഷകവും സുസ്ഥിരമായ വികസനവുമാണ് നാളത്തെ ആരോഗ്യമുള്ള തലമുറയെ നിലനിർത്തുന്നത് എന്ന് ലോക ആരോഗ്യ സംഘടനയുടെ വാക്കുകൾ ഉൾക്കൊണ്ട് നല്ല ആരോഗ്യത്തിനായി നമുക്ക് കൈകോർക്കാം. ദേശീയ പോഷണ മാസാചരണത്തെക്കുറിച്ച് കോഴിക്കോട് ഇഖ്ര ഹോസ്പിറ്റലിലെ ചീഫ് ഡയറ്റീഷ്യൻ ഫിദ ജാബർ എന്നുമായി ഡോക്ടർ സൂര്യ VS നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്.